അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനും ശാശ്വതമായി ഒരേ കോമ്പിനേഷനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പ് കേവലം ഒരു ടൂർണമെന്റ് മാത്രമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു സുപ്രധാന ചരിത്ര സന്ധിയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നെടുംതൂണുകളായിരുന്ന റോക്കോ സഖ്യം തങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പോടെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ ഇരുവരും പദ്ധതിയിടുന്നുണ്ടെങ്കിലും ഫോമിനേക്കാൾ വലിയ വില്ലനായി നിൽക്കുന്നത് അവരുടെ ഫിറ്റ്നസ് ആശങ്കകളാണ്. വരാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ പോലും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം ഇരുവരും കളിക്കുന്ന കാര്യം സംശയത്തിലായിരുന്നു. രോഹിത് ശർമ്മയുടെ അഗ്രസീവ് ഓപ്പണിംഗും വിരാട് കോഹ്ലിയുടെ വിശ്വസനീയമായ ഇന്നിംഗ്സ് ആങ്കറിംഗും ചേരുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് നിരയായി ഇന്ത്യ മാറിയിരുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ മത്സരം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നന്നായി അറിയാവുന്ന 2 ഇതിഹാസങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ച് ടീമിൽ ഇല്ലാതിരിക്കുക എന്നത് സാങ്കേതികമായി മാത്രമല്ല, മാനസികമായും ടീമിനെ ബാധിച്ചേക്കാം. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, MS ധോണി തുടങ്ങിയ മഹാരഥന്മാർ ഒഴിഞ്ഞു പോയപ്പോഴും ആ ശൂന്യത നികത്താൻ പുതിയ പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റും IPL-ഉം നൽകുന്ന താരസമ്പത്ത് നോക്കിയാൽ റോക്കോയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെ നേരിടാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമാണെന്ന് പറയാം. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടീമിന്റെ ക്യാപ്റ്റൻസി ചുമതല പുതിയ തലമുറയിലെ രാജകുമാരനായി ഗില്ലിലേക്ക് എത്തും. ഗില്ലിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി വരിക യുവ ഇടംകൈയൻ ബാറ്ററായ ജയ്സ്വാൾ ആയിരിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ തന്റെ ക്ലാസും പക്വതയും തെളിയിച്ച താരമാണ് ജയ്സ്വാൾ. ടെസ്റ്റിൽ 57 അവിശ്വസനീയമായ ബാറ്റിംഗ് ശരാശരി ഒരു സെഞ്ചുറി അടക്കം താരം നേടിക്കഴിഞ്ഞു. T20-യിൽ ചില താൽക്കാലിക തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഏകദിന ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യനായ ബാറ്റിംഗ് ശൈലിയാണ് ജയ്സ്വാളിന്റേത്. രോഹിത് ശർമ്മ ആദ്യ ഓവറുകളിൽ മുതൽ ബൗളർമാരെ ആക്രമിച്ച് കളിക്കുന്ന അതേ ശൈലി പുറത്തെടുക്കാൻ ജയ്സ്വാളിന് കഴിയുന്നുണ്ട്. മറുഭാഗത്ത് ഗില്ലി ഇന്നിംഗ്സ് ആങ്കർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. വലത് കൈ ഇടത് കൈ ഓപ്പണിംഗ് കോമ്പിനേഷൻ എന്ന അധിക ആനുകൂല്യവും ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുന്നു. വിരാട് കോഹ്ലി എന്ന റൺ മെഷീൻ ഒഴിഞ്ഞിടുന്ന 3-ാം നമ്പർ പൊസിഷൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ സ്ഥാനത്തേക്ക് പകരക്കാരനായി വരാൻ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റവും അർഹൻ മലയാളി സൂപ്പർ താരം സഞ്ജു ആണ്. ലഭിച്ച ചുരുക്കം ചില അവസരങ്ങളിൽ ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല. വെറും 16 ഏകദിന മത്സരങ്ങളിൽ നിന്നും 14 ഇന്നിംഗ്സുകളിലായി 56.66 എന്ന മികച്ച ശരാശരിയിലാണ് സഞ്ജു 510 റൺസ് അടിച്ചുകൂട്ടിയത്. ഇതിലൊരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരേപോലെ തിളങ്ങാൻ കഴിയുന്ന സഞ്ജുവിന് 3-ാം നമ്പറിൽ ഇറങ്ങി ഇന്നിംഗ്സിന്റെ ഗതി നിയന്ത്രിക്കാനുള്ള കൃത്യമായ ടൈമിങ്ങും ഷോട്ടുകളുടെ വൈവിധ്യവുമുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ അഖിലേന്ത്യാ ലോകകപ്പ് നിയമം കൂടിയുണ്ട്. ഇന്ത്യ ഇതുവരെ നേടിയ പ്രധാനപ്പെട്ട ലോകകപ്പുകളിലെല്ലാം ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. 1983 ഏകദിന ലോകകപ്പ് സുനിൽ വത്സൻ ടീമിൽ ഉണ്ടായിരുന്നു. 2007 T20 ലോകകപ്പ് S ശ്രീശാന്ത്, 2011 ഏകദിന ലോകകപ്പ് S ശ്രീശാന്ത്. ഈ ഒരു കൗതുകരമായ ഘടകം കൂടി കണക്കിലെടുത്താൽ സഞ്ജു ടീമിൽ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ഭാഗ്യമൊപ്പം ബാറ്റിംഗിൽ വലിയൊരു കരുത്തുമാകും. ടോപ്പ് ഓർഡറിൽ മാറ്റങ്ങൾ വരുമ്പോഴും 4 മുതൽ 6 വരെയുള്ള മിഡിൽ ഓർഡർ പൊസിഷനുകൾ നിലവിൽ വലിയ മാറ്റങ്ങൾക്ക് മാനേജ്മെന്റ് മുതിരില്ല. പരിചയസമ്പന്നരായ കളിക്കാർ തന്നെയാണ് ഇവിടെ കോട്ട. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യർ 4-ാം നമ്പറിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ ബാറ്ററാണ്. സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് വലിയ തുണയാകും. വിക്കറ്റ് കീപ്പർ ബാറ്ററായ KL രാഹുലിന്റെ സാന്നിധ്യം മിഡിൽ ഓർഡറിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇന്നിംഗ്സ് തകർച്ച നേരിടുന്ന ഘട്ടങ്ങളിൽ ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാനും അവസാന ഓവറുകളിൽ സ്കോറിംഗ് ഉയർത്താനും രാഹുലിന് പ്രത്യേക കഴിവുണ്ട്. ടീമിന്റെ പ്രധാന ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ 6-ാം നമ്പറിൽ ഫിനിഷറുടെ റോളിലെത്തും. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ മാച്ച് വിന്നറായ ഹർദിക്കിന്റെ ഫിറ്റ്നസ് ഇന്ത്യക്ക് ഈ ലോകകപ്പിൽ നിർണായകമായിരിക്കും. അടുത്ത വർഷത്തെ ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടുത്തെ പിച്ചുകൾ പൊതുവെ പേസിനെയും ബൗൺസിനെയും പിന്തുണയ്ക്കുന്നവയാണ്. ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ വേഗതയിലുള്ള പിച്ചുകളായിരിക്കും അവിടെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളുടെ ബൗളിംഗ് തന്ത്രങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രം കളിപ്പിച്ച് 3 മുൻനിര ഫാസ്റ്റ് ബൗളർമാരെ ഇറക്കാനാണ് സാധ്യത. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായി 8-ാം നമ്പറിൽ അക്സർ പട്ടേൽ എത്തും. അക്സറിന്റെ ബാറ്റിംഗ് മികവ് വാലറ്റത്തിന് കരുത്താകും. ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബൗളറായ ബുംറ തന്നെയായിരിക്കും ഇന്ത്യയുടെ നട്ടല്. പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താൻ മിടുക്കനായ സിറാജ് ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളിൽ കൂടുതൽ അപകടകാരിയാകും. ഇടംകൈയൻ പേസറായ അഷ്ദീപിന്റെ സാന്നിധ്യം ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് വൈവിധ്യം നൽകും. പവർ പ്ലേയിൽ ഡെത്ത് ഓവറുകളിലും ഒരുപോലെ തിളങ്ങാൻ അഷ്ദീപിന് സാധിക്കും. യുവതാരങ്ങൾക്ക് എത്ര തന്നെ പ്രതിഭയുണ്ടെങ്കിലും വലിയ ടൂർണമെന്റുകളിൽ അനുഭവ സമ്പത്ത് വലിയൊരു ഘടകമാണ്. ലോകകപ്പ് സെമി ഫൈനലിലോ ഫൈനലോ പോലുള്ള കടുത്ത സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ കോഹ്ലിയുടെ രോഹിത്തിന്റെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. യുവതാരങ്ങൾ പലപ്പോഴും കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിൽ വിക്കറ്റുകൾ ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ദക്ഷിണാഫ്രിക്കയിലെ സ്വിംഗ് പിച്ചുകളിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് വലിയൊരു പരിചയമില്ലാത്ത ജയ്സ്വാൾ പോലുള്ള താരങ്ങൾക്ക് തുടക്കത്തിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വന്നേക്കാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളും കടുത്ത പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും.